എല്ലാവർക്കും നമ്മുടെ വീക്കിലി കറണ്ട് അഫെയർ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ എല്ലാ വീക്കിലും നമ്മുടെ കറണ്ട് അഫെയർ സെഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കാണുന്ന ആൾക്കാർ എല്ലാവരും മാക്സിമം ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരുടെ കാണാനായിട്ട് പറയുക. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പറയുക. കാരണം നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് നമുക്ക് ഇനിയും എല്ലാ വീക്കിലും വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. ശരിക്കും വ്യൂസ് കാണുമ്പോഴാണ് നമുക്ക് ഓക്കെ കുറേ പേർക്ക് ഇത് ബെനിഫിറ്റഡ് ആവുന്നുണ്ട്, ഇത് ഇനിയും കൂടുതൽ ചെയ്യണം എന്നുള്ളൊരു ഒരു എന്താ പറയുക ഒരു എനർജി നമുക്ക് വരുന്നത്. സോ എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് ഉഷാറാക്കുക നമ്മുടെ വീക്കിലി കറണ്ട് അഫെയർസ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ഒരു അപ്പോയിൻമെന്റ് ആണ്. നെസ്ലെ ഇന്ത്യ അപ്പോയിന്റ്സ് എക്സ് ആമസോൺ മനീഷ് തിവാരി ആസ് ചെയർമാൻ. അപ്പോൾ നെസ്ലയുടെ പുതിയ ചെയർമാൻ ആണ് എക്സ് ആമസോൺ എംപ്ലോയി ആയിരുന്ന മനീഷ് തിവാരി എന്ന് പറയുന്നത്. അപ്പൊ നെസ്ലെ ഇന്ത്യയുടെ പുതിയ ചെയർമാൻ ആണ് മനീഷ് തിവാരി ആണ് എന്നുള്ള കാര്യം ആലോചിക്കാം. നെക്സ്റ്റ്, ഇന്ത്യ 100 രൂപി കോയിൻ റിലീസ് ചെയ്യാൻ പോവുകയാണ്. MS സ്വാമിനാഥനെ, നമ്മുടെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന MS സ്വാമിനാഥന്റെ ഹോണർ ചെയ്യാനാണ് 100 രൂപി കോയിൻ റിലീസ് ചെയ്യുന്നത്. ഇന്ത്യ വിൽ ഇഷ്യൂ 100 രൂപി കോമമറേറ്റീവ് കോയിൻ ടു ഹോണർ ബർത്ത് സെഞ്ചുറി ഓഫ് പ്രൊഫസർ MS സ്വാമിനാഥൻ. അപ്പോൾ MS സ്വാമിനാഥൻ ജനിച്ചത് 7 ഓഗസ്റ്റ് 1925 സോ അദ്ദേഹത്തിന്റെ ബർത്ത് ആനിവേഴ്സറിക്കാണ് അദ്ദേഹത്തിനെ ഹോണർ ചെയ്യുന്നതിനായിട്ട് ആദരിക്കുന്നതിനായിട്ട് 100 രൂപയുടെ കോയിൻ ഇറക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. അതായത് ഈ ഒരു കോയിൻ ദ ഗവൺമെന്റ് വിൽ ഇഷ്യൂ 2 കോമമറേറ്റീവ് കോയിൻ ടു ഹോണർ 2 കോയിൻസ് ഓഫ് ആത്മനിർഭരത. സെൽഫ് സഫീഷ്യൻസി ആയിരുന്നു MS സ്വാമിനാഥൻ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇന്ത്യ MS സ്വാമിനാഥൻ ആൻഡ് മേക്ക് ഇൻ ഇന്ത്യ ഇതിന് വേണ്ടിയിട്ടാണ് 2 കോമമറേറ്റീവ് കോയിൻ ഇറക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ലീഗൽ ടെൻഡർ തന്നെയാണത്. ദോ ദ കോമമറേറ്റീവ് കോയിൻസ് ആർ കൺസിഡേർഡ് ലീഗൽ ടെൻഡർ. പക്ഷെ അവർ ജനറൽ സർക്കുലേഷനിലേക്ക് ഇറക്കുന്നില്ല. പക്ഷെ ലീഗൽ ടെൻഡർ തന്നെയാണ് ഈ ഒരു കോയിൻസ് എന്ന് പറയുന്നത്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നാണ് ആരറിയപ്പെടുന്നത്? ഡോക്ടർ MS സ്വാമിനാഥൻ അറിയപ്പെടുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് 2024 ഭാരതരത്ന ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇന്ത്യയിലെ ഹയസ്റ്റ് സിവിലിയൻ ഓണർ ആയിട്ടുള്ള ഭാരത് രത്ന MS സ്വാമിനാഥന് 2024 ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ജനന ദിവസം ഓർത്തു വെക്കുക, 7 ഓഗസ്റ്റ് 1925 കുംഭകോണം, തമിഴ്നാടു. കാരണം ഇത് നിങ്ങൾക്ക് ഇപ്പോൾ വരുന്ന എക്സാംസ്, ഇപ്പോൾ നമുക്ക് CGL ആണെങ്കിലും അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിലും ഒക്കെ വരുന്നുണ്ട് അല്ലേ. ഇനി വരുന്ന എക്സാംസിന് ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. കാരണം ഇന്ത്യയിലെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് കിട്ടിയിട്ടുണ്ട്. കൂടാതെ അദ്ദേഹത്തിന്റെ ബർത്ത് ആനിവേഴ്സറിയും കൂടിയാണ് ഈ ഓഗസ്റ്റ് മാസം വരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നരേന്ദ്രമോദി ബിക്കം സെക്കൻഡ് ലോങ്സ്റ്റ് സെർവിംഗ് പ്രൈം മിനിസ്റ്റർ. ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് സെക്കൻഡ് ലോങ്സ്റ്റ് സെർവിംഗ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് മാറിയിരിക്കുന്നത്. 4078 ദിവസമാണ് അദ്ദേഹം അൺബ്രോക്കൺ ആയിട്ട് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഹി കംപ്ലീറ്റഡ് 4078 days in office in unbroken tenure on July 25, 2025. ഇന്ദിരാഗാന്ധി 4077 ദിവസമായിരുന്നു. ജനുവരി 24, 1966 മുതൽ മാർച്ച് 24, 1977 വരെയാണ് ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നത്. ദാറ്റ് ഈസ് 4077 days. അത് ബ്രേക്ക് ചെയ്തിട്ടാണ് നരേന്ദ്രമോദി വന്നിരിക്കുന്നത്. ദ റെക്കോർഡ് ഫോർ ദി അൺബ്രോക്കൺ സ്റ്റിൻഡ്. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആരാണ്? സെക്കൻഡ് ആണ് ആരായിരിക്കുന്നത്? PM മോദി ആയിരിക്കുന്നത്. ഫസ്റ്റ് PM എന്ന് പറയുന്നത് എപ്പോഴും പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു തന്നെയാണ് എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ, പ്രൈം മിനിസ്റ്റർ മോദി ഹാസ് സ്മാഷ് നെഹ്റു ഇൻ വിന്നിംഗ് 3 സക്സസീവ് ലോക്സഭ ഇലക്ഷൻ. പ്രൈം മിനിസ്റ്റർ മോദി 3 സക്സസീവ് ലോക്സഭ ഇലക്ഷൻസ് ആണ് വിൻ ചെയ്തിരിക്കുന്നത്. 2014, 2019 ആൻഡ് 2024. അത് കൂടാതെ തന്നെ പോസ്റ്റ് ഇൻഡിപെൻഡൻസിന് ശേഷം ജനിച്ചിട്ടുള്ള പ്രൈം മിനിസ്റ്റർ ആണ് ആരെന്ന് പറയുന്നത്? നരേന്ദ്രമോദി എന്ന് പറയുന്നത്. അത് കൂടാതെ തന്നെ ലോങ്സ്റ്റ് സെർവിംഗ് ആയിട്ടുള്ള നോൺ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ ആണ്. പിന്നെ അത് കൂടാതെ തന്നെ ഫസ്റ്റ് നോൺ കോൺഗ്രസ് മെമ്പർ ടു സെർവ്
2 കംപ്ലീറ്റ് ടെന്യർ എന്നുള്ള കാര്യം കൂടി അതായത് 2014 and 2019 ടെന്യേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഫസ്റ്റ് നോൺ കോൺഗ്രസ് മെമ്പർ ആണ് 2 കംപ്ലീറ്റ് ടെന്യർ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വേൾഡ്സ് ബെസ്റ്റ് കൺസ്യൂമർ ബാങ്ക് ആയിട്ട് ഗ്ലോബൽ ഫിനാൻസ് സെലക്ട് ചെയ്തിരിക്കുന്നത് ആരെയാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് എന്നുള്ള കാര്യം ആലോചിക്കാം. SBI അഡ്ജസ്റ്റഡ് വേൾഡ്സ് ബെസ്റ്റ് കൺസ്യൂമർ ബാങ്ക് 2025 ബൈ ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ. അപ്പോൾ ഗ്ലോബൽ ഫിനാൻസ് മാഗസിന്റെ വേൾഡ്സ് ബെസ്റ്റ് കൺസ്യൂമർ ബാങ്ക് 2025 ലഭിച്ചിരിക്കുന്നത് SBI ക്കാണ് എന്നുള്ള കാര്യം ആലോചിക്കുക. SBIന്റെ ചെയർമാൻ ആരാണ്? ചാല ശ്രീനിവാസലു സെട്ടി, അതായത് CS സെട്ടി ആണ് ഇപ്പോഴത്തെ SBIയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്രസ്റ്റീജിയസ് അവാർഡ് ഒക്ടോബർ 18, 2025 ഗ്ലോബൽ ഫിനാൻസ് ആനുവൽ ഇവന്റ് വാഷിംഗ്ടൺ DC നടക്കുമ്പോഴാണ് ഈ അവാർഡ് പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ, SBIനെ കുറിച്ച് SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓൺഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ്, ഫിനാൻഷ്യൽ സർവീസ് കമ്പനിയാണ്. ഈ ബാങ്ക് 1955 നാഷണലൈസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ, ഇനി ലുധിയാനാസ് പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്? ടോപ്പ് 100 അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇൻ ദ വേൾഡിന്റെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കാം. പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആണ് ടോപ്പ് 100 അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വന്നിരിക്കുന്നത്. പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ലുധിയാനയ്ക്ക് 93ാമത്തെ റാങ്ക് ആണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. അഗ്രികൾച്ചർ സയൻസ് ഇൻ ദി എജു റാങ്ക് 2025 ലിസ്റ്റിൽ ലഭിച്ചിരിക്കുന്നത്. വേൾഡ്സ് ബെസ്റ്റ് 100 അഗ്രികൾച്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ലിസ്റ്റിലാണ് 93rd പൊസിഷൻ ഈ യൂണിവേഴ്സിറ്റിക്ക് ലഭിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ആലോചിക്കാം. ഏകദേശം ഒരു എജു റാങ്ക് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് റാങ്കിംഗ് പ്ലാറ്റ്ഫോം ആണ്. ഏകദേശം 14,000 ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ബേസിക് ഡിഫറെന്റ് റിസർച്ച് പാരാമീറ്റേഴ്സ്, സൈറ്റേഷൻ ഇമ്പാക്ട്, അക്കാദമിക് ഇൻഫ്ലുവൻസ്, ഇതിന്റെ ഒക്കെ ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. സോ പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്കാണ് ടോപ്പ് 100 അഗ്രി ഇൻസ്റ്റിറ്റ്യൂഷനിൽ 93rd പൊസിഷൻ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നോക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ന്യൂസ് ആണ് ദിവ്യ ദേശ്മുഖ്, അതായത് ഫിഡെ വുമൻസ് വേൾഡ് കപ്പിൽ ഫൈനൽ എൻ്റർ ചെയ്തിട്ടുള്ളതും വിൻ ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള ഫസ്റ്റ് ഇന്ത്യൻ ആണ് ദിവ്യ ദേശ്മുഖ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോൾ ഇന്ത്യസ് ദിവ്യ ദേശ്മുഖ് ബീറ്റ് ചൈനാസ് താൻ സോങ്ഗെ ഇൻ ഗെയിംസ് 2 ഇൻ ഫിഡെ വുമൻസ് വേൾഡ് കപ്പ് 2025 സെമി ഫൈനൽ ആൻഡ് ഫൈനലിൽ എത്തിയിട്ടുണ്ടായിരുന്നു, വിന്നും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ദിവ്യ ദേശ്മുഖ് ക്രിയേറ്റ്സ് ഹിസ്റ്ററി. എന്താണ്? ഫിഡെ വുമൻസ് വേൾഡ് കപ്പിൽ ഫൈനലിൽ എത്തുന്നതും വിൻ ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള ഫസ്റ്റ് വുമൺ ആണ് ആരെന്ന് പറയുന്നത് ദിവ്യ ദേശ്മുഖ് എന്നുള്ള കാര്യം ആലോചിക്കുക. 19 വയസ്സുള്ള ഇന്ത്യക്കാരിയാണ് ഫിഡെ വുമൻസ് വേൾഡ് കപ്പിൽ എത്തുന്ന ദിവ്യ ദേശ്മുഖ് എന്ന് പറയുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ, അപ്പൊ ദിവ്യ വിൻസ് ഫിഡെ വുമൻസ് വേൾഡ് കപ്പ് 2025. അപ്പൊ ഫിഡെ വുമൻസ് വേൾഡ് കപ്പിൽ ഗ്രാൻഡ് മാസ്റ്റർ ടൈറ്റിൽ നേടുന്ന 4th വുമൺ ആണ്, 4th ഇന്ത്യൻ ആണ് ദിവ്യ ദേശ്മുഖ് എന്ന് പറയുന്നത്. കൊനേരു ഹംപി, ആർ വൈശാലി, ഹരിക ഡ്രോൺവാലി ഇവരെല്ലാം തന്നെ പ്രസ്റ്റീജിയസ് ഗ്രാൻഡ് മാസ്റ്റർ ടൈറ്റിൽ വിൻ ചെയ്തിട്ടുള്ളതാണ് എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ, the 19-year-old secured title after her victory over fellow Indian Koneru Hampi in the final of FIDE Women's World Cup at Batumi, Georgia. ബദാമി ജോർജിയയിലാണ് ഫിഡെ വേൾഡ് കപ്പ്, അതായത് നമ്മുടെ ഫിഡെ വുമൻസ് വേൾഡ് കപ്പ് 2025 നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൊനേരു ഹംപിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ദിവ്യ ദേശ്മുഖ് വിന്നർ ആയിട്ടുള്ളത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ, Professor Uma Kajilal appointed as first woman vice chancellor of IGNOU. IGNOU യൂണിവേഴ്സിറ്റിയുടെ, IGNOU എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് IGNOU യൂണിവേഴ്സിറ്റി അല്ലെ. അപ്പൊ IGNOU യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആവുന്ന ഫസ്റ്റ് വുമൺ എന്ന് പറയുന്ന ആരാണ്? ഉമ കഞ്ചിലാൽ ആണ്. പ്രൊഫസർ ഉമ കഞ്ചിലാൽ അപ്പോയിന്റഡ് ആസ് ഫസ്റ്റ് വുമൺ വൈസ് ചാൻസലർ ഓഫ് IGNOU എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ, അപ്പോൾ 1985 IGNOU യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത്. സോ വൈസ് ചാൻസലർ ആവുന്ന ഫസ്റ്റ് വുമൺ ആണ് ഉമ കഞ്ചിലാൽ എന്നുള്ള കാര്യം ആലോചിക്കുക.
ഓക്കെ, അപ്പൊ ബോൾഡ് കുരുക്ഷേത്ര, ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള എക്സസൈസ് ആണ് എക്സസൈസ് ബോൾഡ് കുരുക്ഷേത്ര എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മോഹൻലാലിന്റെ സിനിമ നമുക്കറിയാം കുരുക്ഷേത്ര, അതിൽ ജ്വാലാമുഖി പാട്ട് നമ്മൾ സിംഗ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആലോചിക്കാം. ഓക്കെ, ജ്വാലാമുഖി കത്തുന്നൊരു നെഞ്ചിൽ പടരാം എന്നൊരു പാട്ടില്ലേ. സോ ഈ പാട്ട് നമ്മൾ സിംഗ് ചെയ്യുന്നത് എന്ന് ആലോചിക്കാം. സോ ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള എക്സസൈസ് ആണ് എക്സസൈസ് ബോൾഡ് കുരുക്ഷേത്ര എന്ന് പറയുന്നത്. ഓക്കെ, ബൈലാറ്ററൽ മിലിറ്ററി എക്സസൈസ് ആണ്. ഇന്ത്യൻ ആർമിയും സിംഗപ്പൂർ ആർംഡ് ഫോഴ്സസും തമ്മിലുള്ള ബൈലാറ്ററൽ മിലിറ്ററി എക്സസൈസ് ആണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു എക്സസൈസ് ബോൾഡ് കുരുക്ഷേത്ര എന്ന് പറയുന്നത്. ജോധ്പൂരിലാണ് ഈ എക്സസൈസ് നടന്നിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വൺ ആണ് പാൽന സ്കീം. ഈ പാൽന സ്കീം എന്ന് പറയുന്നത് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഇൻഫോംഡ് രാജ്യസഭ അബൌട്ട് പാൽന സ്കീം. അപ്പൊ എന്താണ് പാൽന സ്കീം എന്ന് പറയുന്നത്? പാൽന സ്കീം എന്ന് പറയുന്നത് ഒരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ് മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിന്റെ അണ്ടറിലുള്ള. അതായത് ഈ പാൽന സ്കീം എന്ന് പറയുന്നത് 2022 നാഷണൽ ക്രഷ് സ്കീം വാസ് റെക്കഗ്നൈസ്ഡ് ആൻഡ് റീനെയിംഡ് ആസ് പാൽന സ്കീം അണ്ടർ സമർത്ഥ്യ വെർട്ടിക്കൽ ഓഫ് അംബർല മിഷൻ ശക്തി ഫോർ ഓൾ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറി. അതായത് ക്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ, നമ്മൾ വർക്കിംഗ് ആയിട്ടുള്ള പാരൻസ് ഒക്കെ കുട്ടികളെ കൊണ്ടുചെന്നാക്കാൻ, കുട്ടികൾക്ക് ഈ പ്ലേ സ്കൂൾ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് നമ്മൾ ക്രഷ് എന്ന് പറയുന്നത് അല്ലേ. അതായത് കുട്ടികൾക്ക് കളിക്കാനും വളരാനും പഠിക്കാനുമുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ക്രഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ സ്കീമിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി ആൻഡ് സേഫ് സെക്യൂർ എൻവയോൺമെന്റ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക. അതായത് 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സേഫ് സെക്യൂർ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് വളരാനും പഠിക്കാനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ഒരു ക്രഷ് എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ ന്യൂട്രീഷണൽ സപ്പോർട്ട്, ഹെൽത്ത് ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ, ഗ്രോത്ത് മോണിറ്ററിംഗ് ആൻഡ് ഇമ്മ്യൂണൈസേഷൻ ആണ് ഈ സ്കീമിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. ഇതിൽ ഡേ കെയർ ഫെസിലിറ്റി ആണ് പ്രധാനമായിട്ടും, സ്ലീപ്പിംഗ് ഫെസിലിറ്റി 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. സപ്ലിമെന്ററി ന്യൂട്രീഷൻ, ഗ്രോത്ത് മോണിറ്ററിംഗ്, ഹെൽത്ത് ചെക്കപ്പ്, ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാംസ്, ഇതൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ട്രഡീഷണൽ ക്രാഫ്റ്റ്മാൻഷിപ്പ് ആയിട്ടുള്ള പെയ്ത്താനി സാരീസിനെ മൻ കി ബാത്ത് പ്രോഗ്രാമിൽ PM എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെയ്ത്താൻ എന്ന് പറയുന്നത്, പെയ്ത്താനി സാരീസ് എന്ന് പറയുന്നത് ട്രഡീഷണൽ ഒരു അറ്റയർ ആണ്, ഒറിജിനേറ്റിംഗ് ഫ്രം പെയ്ത്താൻ ഡിസ്ട്രിക്ട്, ഛത്രപതി സാംബാജി നഗർ ഡിസ്ട്രിക്റ്റിലുള്ള പെയ്ത്താൻ ടൗണിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു സാരി എന്ന് പറയുന്നത്. ഓക്കെ, ഈ സാരീസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സോഫ്റ്റ് ഫൈനസ്റ്റ് സിൽക്കാണ്. ലൈക്ക് നമ്മുടെ വേൾഡിൽ, നമ്മുടെ കൺട്രിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഫൈനസ്റ്റ് സിൽക്ക് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഈ സാരി എന്ന് പറയുന്നത്. മഹാരാഷ്ട്രീയൻ ഹെറിറ്റേജും ക്രാഫ്റ്റ്മാൻഷിപ്പിന്റെയും ഒക്കെ ഒരു സൈൻ ആയിട്ടാണ് ഈ സാരീനെ കാണിക്കുന്നത്, പെയ്ത്താൻ സാരി. ഇനി കെമ്പഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എന്ത് ചെയ്യാൻ പോവുകയാണ്, അവരൊരു സിഗ്നേച്ചർ സ്മെല്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. ഡാൻസിങ് ബാംബു എന്നാണ് ഈ സിഗ്നേച്ചർ സ്മെല്ലിന്റെ പേര് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് PATA പാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ ആണ് പാറ്റ വരുന്നത്. ഈ പാറ്റ എന്ത് ചെയ്യാൻ പോവുകയാണ്? പാറ്റ ഗോൾഡ് അവാർഡ് 2025 ഫോർ കേരള ടൂറിസം. കേരള ടൂറിസം വൺ പാറ്റ ഗോൾഡ് അവാർഡ് 2025 ഇൻ കാറ്റഗറി ഓഫ് മോസ്റ്റ് എൻഗേജിംഗ് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ എന്ന് വേണ്ടിയിട്ടാണ് കേരള ടൂറിസത്തിന് പാറ്റ ഗോൾഡ് മെഡൽ അവാർഡ്, പാറ്റ ഗോൾഡ് 2025 അവാർഡ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ, അതായത് എക്സെപ്ഷണൽ അച്ചീവ്മെന്റ് ഇൻ ഏഷ്യ പസഫിക് ട്രാവൽ ആൻഡ് ടൂറിസം ഇൻ ദ കൺട്രിക്ക് വേണ്ടിയിട്ടാണ് ഈ അവാർഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓഗസ്റ്റ് 27 പാറ്റ ഗോൾഡ് അവാർഡ് 2025 ആണ് ഈ അവാർഡുകൾ പ്രസന്റ് ചെയ്തത് എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ, ബാങ്കോക്കിൽ വെച്ചിട്ടാണ് ഈ അവാർഡുകൾ സമ്മാനിച്ചത്. അൻഹാദ് സിംഗ് എന്തെങ്കിലും സ്ക്വാഷിൽ ഒരു ഹിസ്റ്ററിയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യസ് ഫസ്റ്റ് വുമൺ സിംഗിൾസ് മെഡൽ ഇൻ 15 year വിത്ത് ബ്രോൺസ് ഫിനിഷ്. ഓക്കെ, അൻഹാദ് സിംഗ് വിൻ ഹിസ്റ്റോറിക് ബ്രോൺസ് മെഡൽ ഇൻ വേൾഡ് ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പ്. അപ്പോൾ 15 വയസ്സുള്ള അൻഹാദ് സിംഗ് വേൾഡ്
വേൾഡ് ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ ബ്രോൺസ് മെഡൽ കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. വുമൺ സിംഗിൾസ് ഇവന്റിലാണ് അൻഹാത് സിംഗിന് ബ്രോൺസ് മെഡൽ ലഭിച്ചിരിക്കുന്നത്. വേൾഡ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് 2025 കൈറോ ഈജിപ്തിലാണ് നടന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ, അപ്പോൾ ദീപിക പല്ലിക്കൽ 2010 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു ജൂനിയർ വേൾഡ്സിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഇന്ത്യൻ, ഷീ ബിക്കേം ദി ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ ബ്രോൺസ് മെഡൽ. ഓക്കെ, അൻഹാത് സിംഗ്. ഇനി അനുരാധ താക്കൂർ RBI സെൻട്രൽ ബോർഡിന്റെ ഡയറക്ടറിലേക്ക്, അതായത് അനുരാധ താക്കൂർ നോമിനേറ്റഡ് ആസ് ഡയറക്ടർ ഓൺ RBI സെൻട്രൽ ബോർഡ്. RBI സെൻട്രൽ ബോർഡിന്റെ ഡയറക്ടർ ആയിട്ട് നോമിനേഷൻ കിട്ടിയിരിക്കുകയാണ് അനുരാധ താക്കൂറിനുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ, നമ്മുടെ അനുരാധ താക്കൂർ എന്ന് പറയുന്നത് സെക്രട്ടറി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആസ് സെൻട്രൽ ബോർഡിന്റെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് RBIന്റെ സെൻട്രൽ ബോർഡിന്റെ ഡയറക്ടർ ആയിട്ടാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ സെക്രട്ടറിയാണ് അനുരാധ താക്കൂർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, PM Modi meets UK's King Charles II presents sampling as a part of Ek Pet Maa Ke Naam campaign. Ek Pet Maa Ke Naam campaignന്റെ ഭാഗമായി യുകെയുടെ കിങ് ചാൾസ് III PM മോദി മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഒരു സാമ്പിളിംഗ്, ഒരു കുഞ്ഞു ട്രീയും കൂടിയും സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ആലോചിക്കുക. ഏക് പേട്ട് മാ കെ നാം ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഈ ട്രീ കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ, Prime Minister of India was scheduled 2 nation tour to United Kingdom. യുകെയിലേക്കും മാൽഡീവ്സിലേക്കുമാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആണ് ഇത് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലൈക്ക് എങ്ങനെയാണ് ആയുർവേദ, യോഗ ആൻഡ് മിഷൻ ലൈഫ് ഫോർ എൻവയോൺമെന്റ്, ഇതൊക്കെ എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവർ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ, അപ്പോൾ മോദി ഏക് പേട്ട് മാ കെ നാം എന്നതിന്റെ ഭാഗമായി ട്രീ സാമ്പിളിംഗ് ഗിഫ്റ്റ് ചെയ്തത് കിങ് ചാൾസ് ത്രീക്കാണ് എന്നുള്ള കാര്യം നോക്കുക. ഉത്തരാഖണ്ഡ് CM ലോഞ്ച് ചെയ്തിട്ടുള്ള ബുക്കാണ്, സ്റ്റുഡന്റ് വെൽനെസ്സിന് വേണ്ടി ലോഞ്ച് ചെയ്തിട്ടുള്ള ബുക്കാണ് സസ്റ്റൈനബിൾ വെൽനെസ് ഓഫ് സ്റ്റുഡന്റ് എ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഇൻ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഉത്തരാഖണ്ഡ് CM ആരാണ്? പുഷ്കർ സിംഗ് ധാമിയാണ് ഉത്തരാഖണ്ഡ് CM എന്ന് പറയുന്നത്. സസ്റ്റൈനബിൾ വെൽനെസ് ഓഫ് സ്റ്റുഡൻസ് എ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഇൻ ഹയർ എഡ്യൂക്കേഷൻ ആണ് ബുക്കിന്റെ പേര് വരുന്നത്. ഓക്കെ, ഗ്യാൻ ഭാരതം മിഷൻ നമ്മുടെ ബജറ്റിൽ കണ്ടിട്ടുള്ള സ്കീമാണ് ഗ്യാൻ ഭാരതം മിഷൻ എന്ന് പറയുന്നത്. റിവൈവിംഗ് ഇന്ത്യാസ് മാനുസ്ക്രിപ്റ്റ്സ്, നമുക്കറിയാം വർഷങ്ങളോളം പഴക്കമുള്ള ഇന്ത്യയിലെ മാനുസ്ക്രിപ്റ്റ്സുകൾ, താളിയോല ഗ്രന്ഥങ്ങളൊക്കെ സംരക്ഷിക്കുന്നതാണ് ഗ്യാൻ ഭാരതം മിഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ 1 കോടിയോളം വരുന്ന നാഷൻ വൈഡ് ആയിട്ടുള്ള മാനുസ്ക്രിപ്റ്റുകളുടെ ഡോക്യുമെന്റേഷൻ, സർവേ, സംരക്ഷണം, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. സോ 60 കോടി രൂപയാണ് ഗ്യാൻ ഭാരതം മിഷന് വേണ്ടി പ്രൈം മിനിസ്റ്റർ മോദി കൊടുക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ, നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് യൂണിയൻ ബജറ്റ് 2025-26 സ്പെസിഫൈ ചെയ്തിട്ടും കൂടെ ഉണ്ട് ഗ്യാൻ ഭാരതം മിഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിനുവേണ്ടി 60 കോടി രൂപയാണ് മാറ്റി വെച്ചിരിക്കുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീക്കിലി കറണ്ട് അഫയേഴ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞതോ അതിന് മുന്നത്തെ ആണെന്ന് തോന്നുന്നു, നമ്മുടെ PM ധൻ ധാന്യ കൃഷി സ്കീമിലേക്ക് ഒരു എമൗണ്ട് ഗവൺമെന്റ്, അതായത് അനുവദിച്ചിട്ടുള്ളത്. അപ്പൊ എത്ര പൈസയാണ് ഫണ്ട് അലോക്കേഷൻ നടത്തിയിരിക്കുന്നതെന്ന് കമന്റ് ചെയ്യാം. രാജസ്ഥാന്റെ ഒരു യുണീക്ക് ഫെസ്റ്റിവൽ ആയിട്ടുള്ള ഗാവ്രി ഫെസ്റ്റിവൽ ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. എവ്രി ഇയർ ഭിൽ കമ്മ്യൂണിറ്റി ആണ് ഒരു 40 ഡേ റിച്വൽ ആയിട്ടുള്ള ഗവ്രി ആചരിക്കുന്നത്. ലൈക്ക് ഡാൻസ് ഡ്രാമയാണ് ഭിൽ കമ്മ്യൂണിറ്റി, രാജസ്ഥാനിലെ ഭിൽ കമ്മ്യൂണിറ്റി ആണ് ഗവ്രി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. അതായത് ഒരു ഡാൻസ് പോലെയാണ്. ഗോഡസും ഡെമണും തമ്മിലുള്ള ഒരു ഫൈറ്റ് പോലെയാണ് ഇത് കാണിക്കുന്നത്. രാജസ്ഥാനി റിച്വൽ ആണ് എന്നുള്ള കാര്യം, ഭിൽ കമ്മ്യൂണിറ്റി ആണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ലൗഡ് വൺസിന്റെ മാരേജ്, അവരുടെ വെൽനെസ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ഭീമാ സഖി യോജന. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ഡിപ്പാർട്ട്മെന്റ് ഓഫ് റൂറൽ ഡെവലപ്മെന്റും
യൂണിയൻ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റും ഭീമാ സഖി യോജന പ്രൊമോട്ട് ചെയ്യുന്ന ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എക്സ്ക്ലൂസീവ്ലി സ്ത്രീകൾക്ക് വേണ്ടി ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സ്കീമായിരുന്നു ഭീമാ സഖി യോജന എന്ന് പറയുന്നത്. ഓക്കെ, 18 വയസ്സിന്റെയും 70 വയസ്സിന്റെയും ഇടയിലുള്ള 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഈ സ്കീം വന്നിരിക്കുന്നത്. അതായത് 3 വർഷത്തേക്ക് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള 18 വയസ്സിനും 70 വയസ്സിനുമുള്ള ഇടയിലുള്ള സ്ത്രീകൾക്ക് ഫിനാൻഷ്യൽ ലിറ്ററസിയും എക്കണോമിക് അവയർനെസ്സും വിത്ത് സ്റ്റൈപ്പൻഡ് ഒരു കോഴ്സ് വഴി പ്രൊവൈഡ് ചെയ്യുകയും 3 വർഷം കൊണ്ട് അതായത് 3 വർഷത്തേക്കാണ് ഈ സ്റ്റൈപ്പൻഡ് കൊടുത്തിട്ടുള്ള പ്രോഗ്രാം ഉണ്ടായിരിക്കുക. അതുവഴി ഇവരതിൽ മാസ്റ്റർ ചെയ്യുകയും ഇൻഷുറൻസ് സെക്ടറിൽ ഇൻഷുറൻസ് ഏജൻസ് ആയിട്ട് ജോലി ചെയ്യാനുള്ള അവസരമാണ് ഇതുവഴി ഒരുക്കുന്നത്. ഏകദേശം 7000 രൂപയാണ് പെർ മന്ത് ആദ്യത്തെ വർഷം ലഭിക്കുന്നത് സ്റ്റൈപ്പൻഡ് ആയിട്ട്. പിന്നീട് സെക്കൻഡ് ഇയറിൽ 6000വും 3ാമത്തെ വർഷം 5000 രൂപയുമാണ് ഭീമാ സഖീസിന് എന്ത് ലഭിക്കുന്നത്, സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കുന്നത്. അപ്പൊ എക്സ്ക്ലൂഡിംഗ് ബോണസ് ഫസ്റ്റ് ഇയർ 48,000 രൂപയാണ് ഫസ്റ്റ് ഇയർ ലഭിക്കുന്നത്. ആഫ്റ്റർ ട്രെയിനിങ് എന്ത് ചെയ്യാവുന്നതാണ്, LIC ഏജൻസി ഗ്രാജുവേറ്റ് ഭീമാ സഖീസിന് ഡെവലപ്മെന്റ് ഓഫീസർ റോളിൽ വരെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഭീമാ സഖീസ് ദ പ്ലാൻ ഈസ് ടു അപ്പോയിന്റ് 2 lakh ഭീമാ സഖി 3 വർഷം കൊണ്ട് 3 ലക്ഷം ഭീമാ സഖീസിനെ അപ്പോയിന്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 അപ്പോയിന്റ്മെന്റ് ആണ്. വൈസ് ആർമി ചീഫ് ആയിട്ടുള്ള ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണി അദ്ദേഹം റിട്ടയർ ആവുകയാണ്. അതിനുശേഷം ആരാണ് വരാൻ പോകുന്നത്, അതിനുശേഷം പുഷ്പേന്ദ്ര സിംഗ് ലഫ്റ്റനന്റ് ജനറൽ പുഷ്പേന്ദ്ര സിംഗ് ആണ് നെക്സ്റ്റ് വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആണ് ലഫ്റ്റനന്റ് ജനറൽ പുഷ്പേന്ദ്ര സിംഗ് ആണ് നെക്സ്റ്റ് വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് എന്നുള്ള കാര്യം ആലോചിക്കുക. അദ്ദേഹം അതായത് NS രാജസുബ്രഹ്മണി സൂപ്പർ ആനുവേറ്റ് റിട്ടയർഡ് ആയതിനു ശേഷമാണ് ലഫ്റ്റനന്റ് ജനറൽ പുഷ്പേന്ദ്ര സിംഗ് എന്താവുന്നത്, ലഫ്റ്റനന്റ് ജനറൽ ആവുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഓഗസ്റ്റ് 1 അദ്ദേഹം സ്ഥാനത്തേക്ക് എത്തുന്നത്. വൈസ് അഡ്മിറൽ സഞ്ജയ് വത്സ്യൻ ആണ് അതിന് എന്തെന്ന് പറയുന്നത്. നെക്സ്റ്റ് വൈസ് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് എന്ന് പറയുന്നത് കൃഷ്ണ സ്വാമിനാഥനായിരുന്നു ഇതിനു മുന്നിലത്തെ വൈസ് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ശേഷം ഇനി വരാൻ പോകുന്നത് ആരാണ്, സഞ്ജയ് വത്സ്യൻ ആണ് നെക്സ്റ്റ് വൈസ് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് എന്ന് പറയുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 അപ്പോയിന്റ്മെന്റുകളാണ്. ഇപ്പോഴത്തെ വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് എന്ന് പറയുന്നത് പുഷ്പേന്ദ്ര സിംഗ് ആണ്. വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് പുഷ്പേന്ദ്ര സിംഗ് ആണ്. നെക്സ്റ്റ് വൈസ് ചീഫ് ഓഫ് ആർമി എന്ന് പറയുന്നത് സഞ്ജയ് വത്സ്യൻ. ഇന്ത്യയുടെ ഫസ്റ്റ് AI ക്യാമ്പസ് ആന്ധ്രാപ്രദേശിൽ ഓപ്പൺ ചെയ്യാനായിട്ട് പോവാണ്. ബിറ്റ്സ് പിലാനി ടു ഹാവ് അഡ്വാൻസ്ഡ് AI പ്ലസ് ക്യാമ്പസ് ഇൻ അമരാവതി ആന്ധ്രാപ്രദേശ് എന്നുള്ള കാര്യം ആലോചിക്കാം. കാസിരംഗ നാഷണൽ പാർക്ക് ആസാം എന്ത് കണ്ടക്ട് ചെയ്യാൻ പോവാണ്, ഇന്ത്യയിലെ ഫസ്റ്റ് എവർ ഗ്രാസ്ലാൻഡ് ബേർഡ് സെൻസസ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് കാസിരംഗ നാഷണൽ പാർക്ക് ആസാം ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. ടോട്ടൽ 43 ഗ്രാസ്ലാൻഡ് ബേർഡ് സ്പീഷീസ് ആണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. എ ലാൻഡ്മാർക്ക് ബേർഡ് population survey aimed specifically at grassland dwelling birds in Kaziranga National Park, Assam. ഇവിടെയാണ് എന്ത് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ 43 ഇവിടെയാണ് ഗ്രാസ്ലാൻഡ് ബേർഡ് സെൻസസ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം നോക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ന്യൂസ് ആണ്. ഇന്ത്യൻ നേവിയും ഗ്രീക്ക് നേവിയും തമ്മിലുള്ള നേവൽ എക്സസൈസ് മാരിടൈം ടൈസ് ബൂസ്റ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ഇന്ത്യ ഗ്രീക്ക് നേവീസ് തമ്മിലുള്ള എക്സസൈസ് ആണ് പാസെക്സ് എന്ന് പറയുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. പാസെക്സ് നേവൽ എക്സസൈസ്, ഇന്ത്യൻ നേവിയും ഗ്രീക്ക് നേവിയും തമ്മിലുള്ള എക്സസൈസ് ആണ് പാസെക്സ്. റെഡി? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ വീക്കിലി CA നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളുമായി നെക്സ്റ്റ് വീക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ബൈ. സി.